ഞാൻ സ്ത്രീകളെ വിവാഹം കഴിച്ചിട്ടുമുണ്ട്, അതും എനിക്കൊരു തടസ്സമല്ല. അതുകൊണ്ട് ഇതൊക്കെയാണ് നേരായ മാർഗം. ഈ മാർഗം പോരാ, ഈ മാർഗം കൊണ്ട് തഖ്വയുണ്ടാകില്ല, ഈ മാർഗം കൊണ്ട് രക്ഷ പ്രാപിക്കാനാവില്ല എന്ന് ആർക്കെങ്കിലും തോന്നിത്തുടങ്ങുന്നുവെങ്കിൽ ഫമൻ റദിബ അൻ സുന്നതി ഫലൈസ മിന്നീ, എന്റെ ചര്യയോട് ആർക്കെങ്കിലും വിമുഖത തോന്നുന്നുവെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. വളരെ കണിശമാണ് ഇസ്ലാമിന്റെ അധ്യാപനം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചോ. ഈ 3 സഹാബിമാരുടെ തീരുമാനത്തിൽ എന്താ അപാകത? ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ ഒന്നുമില്ല. അവരെ ഈ 3 ആളുകളും ഒരു തെറ്റായ കാര്യത്തിനെ കുറിച്ചുമല്ല പറയുന്നത്. നിസ്കരിക്കുമെന്നാ പറയുന്നത്, നിസ്കാരം നല്ലതല്ലേ. നോമ്പെടുക്കുമെന്നാ പറയുന്നത്, നോമ്പ് നല്ല കാര്യമല്ലേ. വിവാഹം കഴിക്കൂലെന്നാ പറയുന്നത്, എന്തുകൊണ്ട് ചെലവിന് കൊടുക്കേണ്ടിയിരുമെന്ന് വിചാരിച്ചിട്ടല്ല, ഇബാദത്ത് ചെയ്യാനുള്ള സമയം പോകുമല്ലോ എന്ന സതുദ്ദേശമാണ് അവർക്കുള്ളത്. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ എന്റെ സഹാബിമാരൊക്കെ വളരെ ഉഷാറായി പോയല്ലോ, തഖ്വയിൽ വളരെ മുന്നോട്ട് പോയല്ലോ എന്നതാണോ പറഞ്ഞത്? അല്ല. അവിടുന്ന് പറയുന്നത് എന്റെ ചര്യ ഞാൻ പറഞ്ഞിടത്ത് ഒതുങ്ങി നിൽക്കലാണ്, ഞാൻ പഠിപ്പിച്ചിടത്ത് ഒതുങ്ങി നിൽക്കലാ തഖ്വ. അതിലപ്പുറം ചെയ്താലാണ് തഖ്വ എന്നത് തെറ്റായ ചിന്താഗതിയാണ്. അവൻ നമ്മിൽപ്പെട്ടവനല്ല. ഞാൻ പഠിപ്പിച്ച ചര്യയിൽ ഒതുങ്ങി നിൽക്കുന്നതിനോട് ആർക്കെങ്കിലും വിമുഖത തോന്നുന്നുവെങ്കിൽ ഫലൈസ മിന്നീ, അവൻ നിന്നിൽപ്പെട്ടവനല്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നിസ്കാരം പോരാ, കുറച്ചുകൂടി നിസ്കാരങ്ങൾ നമ്മൾ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച നോമ്പുകൾ പോരാ, കുറച്ചുകൂടി നോമ്പ് നമ്മുടെ വകയായിട്ട് നോക്കണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്റുകൾ പോരാ, നമ്മൾ ചില ദിക്റുകൾ ഉണ്ടാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പോരാ, നമ്മുടെ വകയായിട്ട് മറ്റു ചില ആചാരങ്ങൾ കൂടി ഉണ്ടാക്കിയാലേ അല്ലാഹുവിന്റെ കോടതിയിൽ നമുക്ക് രക്ഷപ്പെടാനാകൂ എന്ന് ധരിക്കുന്ന ഒട്ടേറെ പഴച്ചുപോയ കക്ഷികൾ രാജ്യത്തുണ്ട്. അവർ ഇസ്ലാം പഠിപ്പിച്ച നിസ്കാരങ്ങൾക്ക് പുറമേ പല നിസ്കാരങ്ങൾ നിസ്കരിക്കാറുണ്ട്. അവർക്ക് ശഅബാൻ 15 ആയാൽ അന്നത്തെ രാത്രിയിൽ അവർക്കൊരു 100 റക്അത്ത് സ്പെഷ്യൽ നിസ്കാരമുണ്ട്. ശഅബാൻ 15 ഒരു ബറാത്ത് നോമ്പുണ്ട്. മിഅ്റാജിന്റെ പേര് പറഞ്ഞുകൊണ്ട് റജബ് 27 അവർ സ്പെഷ്യൽ നോമ്പെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ റജബിന്റെ ആദ്യത്തെ ആഴ്ചയിലും അതുപോലെ തന്നെ മിഅ്റാജ് രാത്രി എന്ന് പറയപ്പെടുന്ന രാത്രിയിലുമൊക്കെ അവർ സ്പെഷ്യൽ നിസ്കാരം നിർവഹിക്കുന്നുണ്ട്. പലർക്കും പല നിസ്കാരങ്ങളുണ്ട്. ഒരുപാട് നിസ്കാരങ്ങൾ പലരും ഈ സമൂഹത്തിൽ കടത്തിക്കൂട്ടി, കുറെ നോമ്പുകൾ കടത്തിക്കൂട്ടി. എല്ലാവരുടെയും ഉദ്ദേശം എന്താ? പരലോകത്ത് പുണ്യം കിട്ടണം. എന്നാൽ അങ്ങനെ പരലോകത്ത് പുണ്യം കിട്ടണം എന്ന സതുദ്ദേശം കൊണ്ട് മാത്രം ഒരു കാര്യം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടൂല എന്നാണ് ഈ സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമുക്ക് ആർക്കും സംശയമില്ലല്ലോ, ഈ 3 സഹാബിമാരുടെയും ഉദ്ദേശശുദ്ധിയിൽ ഞാനോ നിങ്ങളോ ലോകത്തൊരു മനുഷ്യനോ സംശയിക്കുമോ? ഇല്ല. ആ 3 സഹാബിമാരുടെയും മനസ്സിന്റെ ഉള്ളിലെ ആഗ്രഹം എന്താണ്? സ്വർഗം കിട്ടണം, സ്വർഗം കിട്ടണം. അതിനാ തീരുമാനിച്ചത് ഇനി ഉറങ്ങൂല, രാത്രി നിസ്കാരം തന്നെ, എന്നും പകല് നോമ്പാണ്, വിവാഹം കഴിക്കില്ല. പക്ഷേ ആ ഉദ്ദേശം കൊണ്ട് മാത്രം പരലോകത്ത് രക്ഷ ലഭിക്കില്ല. മറിച്ച് അങ്ങനെ ഉദ്ദേശമുണ്ടായത് കൊണ്ട് മാത്രമായില്ലല്ലോ നാം ചെയ്യുന്ന, നാം അനുഷ്ഠിക്കുന്ന, നാം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ മുഴുവനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ ആശയങ്ങളായിരിക്കണം. അതല്ലാത്തൊരു നിസ്കാരം, അതല്ലാത്തൊരു നോമ്പ്, അതല്ലാത്തൊരു ദിക്റ്, അതല്ലാത്തൊരു ദുആ, ആ നിലക്ക് പ്രത്യേകം പുണ്യങ്ങളും എണ്ണങ്ങളും വണ്ണങ്ങളും ഒക്കെ നിശ്ചയിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് ചിലർ ഇറക്കുമതി ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ചില ആളുകൾ ഇപ്പോൾ ആളുകൾക്ക് ഭൗതികമായ ഒട്ടേറെ കാര്യങ്ങൾ കിട്ടാനുള്ള പരിഹാരങ്ങൾ ടെലിവിഷനിലൂടെയൊക്കെ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ആളുകളോട് പറയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? വിളിക്കൂ ഇന്ന നമ്പറിലേക്ക്, വായിക്കൂ എന്റെ ഇന്ന പുസ്തകം, 15 രൂപ കൊടുത്താൽ തപ്പാളിൽ അയച്ചു തരാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, പരിഹാരം ഞാൻ നിർദ്ദേശിച്ചു തരാം. ഈ നിലക്ക് പറയുന്ന ആളുകൾ ഇത്ര രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇന്ന കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കിട്ടുമെന്ന് അത് പറയാൻ അവർക്ക് ആരാണ് അധികാരം കൊടുത്തത്? ഒരു ദിക്റ് പ്രത്യേകം പുണ്യം നിശ്ചയിക്കാൻ, അതിന് എണ്ണം നിശ്ചയിക്കാൻ, അതിന്റെ മഹത്വം പറയാൻ, അതുകൊണ്ട് ഇന്ന നേട്ടമുണ്ടാകുമെന്ന് പറയാൻ ആർക്കാണ് പ്രിയപ്പെട്ടവരെ അധികാരമുള്ളത്? ആർക്കാണ് അതിന് അവകാശമുള്ളത്? അം ലഹും ശുറകാ
മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ലാഹ്. ഖുർആൻ ചോദിക്കുന്നു, അവർക്ക് വല്ല പങ്കാളികളുമുണ്ടോ? എങ്ങനത്തെ പങ്കാളികൾ? ശറഉ ലഹും മിനദ്ദീൻ, ദീനിലതാ അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുന്നു അല്ലാഹ് അനുവാദം കൊടുത്തിട്ടില്ലാത്ത സംഗതി, അല്ലാഹുവിന്റെ നിർദ്ദേശമില്ലാത്ത സംഗതി. ഞാൻ എന്റെ വകയായിട്ട് ഒരാളോട് പറയാണ്, നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ടോ, ഇന്ന ദിക്ർ ചൊല്ലിക്കോ, 1000 വട്ടം ചൊല്ലിക്കോ, 10000 വട്ടം ചൊല്ലിക്കോ, നിങ്ങളുടെ പ്രശ്നം തീരുമെന്ന് പറയാൻ പ്രമാണങ്ങളിൽ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ എനിക്കത് പറയാൻ ആരാണ് അധികാരം തന്നത്? എനിക്ക് ആ പുണ്യം നിശ്ചയിക്കാൻ ആരാണ് അധികാരം തന്നത്? എനിക്കതിനാരാണ് വകുപ്പ് നൽകിയത്? ഇല്ല, പാടില്ല, പാടില്ല. നിങ്ങൾ നോക്കൂ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് തന്നെ ആഗ്രഹമുള്ള പല സംഗതികളും അള്ളാന്റെ അനുവാദം കിട്ടുവോളം അവിടുന്ന് പറയാൻ ധൈര്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ച കാര്യങ്ങൾ വരെ, അല്ലാഹുവിന്റെ റസൂലിന് പടച്ച റബ്ബിന്റെ നിർദ്ദേശം കിട്ടുന്നത് വരെ അത് നിയമമാക്കാൻ ഒരിക്കലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ധൈര്യം കാണിച്ചിട്ടില്ല. എന്നിട്ടാണോ ഞാനും നിങ്ങളും ദീനുണ്ടാക്കൽ? എന്നിട്ടാണോ ഞാനും നിങ്ങളും ഒരു പുണ്യകർമ്മം നിശ്ചയിക്കൽ? നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മദീനയിൽ എത്തിയിട്ടും 16-17 മാസക്കാലത്തോളം അവിടുന്ന് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. ഇന്നും ജൂതകരങ്ങളിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ആ 3ാമത്തെ ഏറ്റവും പുണ്യമുള്ള പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ, അങ്ങോട്ട് തിരിഞ്ഞുകൊണ്ടാണ് ആദ്യകാലത്ത് മുസ്ലിമീങ്ങൾ നിസ്കരിച്ചിരുന്നത്. ആ ഘട്ടത്തിലൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മനസ്സിൽ അടങ്ങാനാവാത്ത ഒരു മോഹമുണ്ടായിരുന്നു. അതെന്താണ് ആ മോഹം? ഒന്ന് ഖിബില മാറിയെങ്കിൽ അതാ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പാരമ്പര്യമുള്ള ആ പരിശുദ്ധമായ കഅബയിലേക്ക് തിരിയാനുള്ള ആ നിർദ്ദേശം കിട്ടിയിരുന്നെങ്കിൽ, അങ്ങോട്ട് തിരിഞ്ഞു നിസ്കരിച്ചിരുന്നെങ്കിൽ. ആ ആഗ്രഹം മുത്തുനബി മനസ്സിൽ കൊണ്ടു നടന്നു. ആ ആഗ്രഹം അല്ലാഹുവിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്നത് കേട്ടോ, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ഓ നബിയേ, നാം കാണുന്നുണ്ട് നബിയെ, അങ്ങിതാ മുഖം ഇങ്ങനെ തിരിച്ചു പിടിക്കുന്നുണ്ട്. ഈ ആഗ്രഹം അങ്ങയുടെ മനസ്സിലുണ്ട്.